ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഇന്ന് ആക്ച്വലി ഇവിടെ ഹോളിഡേയ്സ് തുടങ്ങുകയാണ് ഈദിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേ ആണ്. ഇന്ന് മുതൽ ഒരു 4 ദിവസത്തേക്ക് ലീവാണ്. അടുപ്പിച്ച് ലീവാണ് കേട്ടോ. വീക്കെൻഡ് അടക്കമാണ് ലീവ് 4 ദിവസം, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അപ്പോൾ ഞാൻ തേഴ്സ്ഡേ ആണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് പതുക്കെ എണീക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് ഞങ്ങൾ എല്ലാവരുടെയും ഫോണ് കട്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ഔട്ട് ഗോയിങ് കോൾസൊക്കെ കട്ടായിട്ടുണ്ട്. കാരണം നമ്മളുടെ അതായത് കമ്പനീൻ്റെ ലൈസൻസും അതേപോലെ എമിറേറ്റ്സ് ഐഡിയും അർജുൻ്റെത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സിമ്മ് കട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് പോയിട്ടൊന്ന് ശരിയാക്കണം. ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇന്നത് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഡൂൻ്റെ ഓഫീസിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ശരിയാക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. പക്ഷെ ചിലപ്പം ഇന്ന് എല്ലാ സ്ഥലങ്ങളും ലീവ് ആയതുകൊണ്ട് അപ്ഡേറ്റ് ആവാൻ മേ ബി ഒരു 3-4 ദിവസം എടുക്കുമോ എന്നുള്ളതും അറിയില്ല. ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ലീവാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അറിയില്ല. അവിടെ പോയി നോക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ അറിയുള്ളൂ. ചെയ്യാൻ പറ്റിയിട്ടില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഔട്ട് ഗോയിങ് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇൻകമിങ് കോൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഔട്ട് ഗോയിങ്ങിന് മാത്രമാണ് പ്രശ്നമുള്ളത്. അപ്പം അങ്ങനെയൊരു പ്രശ്നമുള്ളത് കൊണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്ന് കുറച്ച് നേരത്തെ വെച്ചാൽ 9 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. സാധാരണ ഹോളിഡേ ഒക്കെ ആകുമ്പോൾ 10 മണി 11 മണിയൊക്കെയാണ് പതിവ് ഇവിടെ. പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയി. അപ്പോൾ നമുക്കൊരു 10:30-10:45 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് നേരെ ഡൂൻ്റെ ഓഫീസിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇന്നലെ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, തഗ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള കമൽഹാസൻ്റെ. അപ്പോൾ അത് കാണണം ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റിവ്യൂ വന്നിട്ട് നമുക്ക് പോവാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ റിവ്യൂ നോക്കിയിട്ട് നമ്മൾ ആ മൂവിക്ക് പോവാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ബാൽക്കണിയിൽ വന്നിരുന്ന് ഞാൻ ചായ നിർത്തിയിട്ടോ. അതും കൂടി നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചു. ഞാൻ ചായ നിർത്തിയിട്ടിപ്പം ബൂസ്റ്റാണ് കുടിക്കുന്നത്. എനിക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ കുടിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചായ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ചായ ഒട്ടും നല്ലതല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് പതുക്കെ ബൂസ്റ്റിലേക്ക് കടന്നിട്ട് പതുക്കെ നിർത്താം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 നേരമൊന്നും അങ്ങനെ കുടിക്കുന്നില്ല, ഒരു നേരമൊക്കെയാണ് കുടിക്കുക. അപ്പം ഞാനിപ്പം ബൂസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ചായ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അതൊരു അഡിക്ഷനാണ്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂ ആയിപ്പോൾ. അതുകൊണ്ട് നിർത്തണം എന്ന് കുറച്ച് കാലമായിട്ട് വിചാരിക്കുന്നതുകൊണ്ട് ഞാനിപ്പം ബൂസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് മുതൽക്ക് എനിക്കിഷ്ടമാണ് ബൂസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ബൂസ്റ്റാണ് കുടിക്കുന്നത്. പിന്നെന്താ, പിന്നെ ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കേട്ടോ, ഹോം ടൂറിന്. അപ്പോൾ അതിൽ കുറേ അധികം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പർച്ചേസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പർച്ചേസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഞാനപ്പോൾ അത് ആലോചിച്ചില്ല സത്യം പറഞ്ഞാൽ. പർച്ചേസിൻ്റെ ആ പ്രൈസും കാര്യങ്ങളും, അല്ലാണ്ട് പ്രൈസൊന്നും ഹൈഡ് ചെയ്ത് വെച്ചൊന്നുമല്ല. പ്രൈസും കാര്യം ഞാൻ ആലോചിച്ചില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഹോം ടൂർ എടുക്കാം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൈസ്, അതേപോലെ അവർക്ക് ബൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോർമലാണ്, ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ലോങ് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതായത് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും, ബൈ ചെയ്യേണ്ട സ്ഥലം, എനിക്ക് തോന്നിയിട്ടുള്ള, ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഡൗട്ട് ക്ലിയർ ആവും. പിന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മേടിക്കാൻ പറ്റും, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറയാം, ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്തു കേട്ടോ. എനിക്ക് കുറച്ച് ലോങ് ആയിട്ടുണ്ടായിരുന്നു ഹെയർ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് മുടി ഭയങ്കര ഹെയർ ഫോൾ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാനേജ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് ഷോൾഡർ വെച്ചിട്ട് ഹെയർ കട്ട് ചെയ്തത്. പിന്നെ എൻ്റെ മുടി അത്യാവശ്യം പെട്ടെന്ന് നീളം വെക്കുന്ന പോലത്തെ മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോൾഡറിൽ വെച്ചിട്ട് ഹെയർ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ മുടി ഉള്ളത്. അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് എൻ്റെ ഹെയർ ഫോൾ ഉള്ളതുകൊണ്ട് മുടീൻ്റെ ഉള്ളിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയാണ് മുടിയുള്ളത്. ഭയങ്കര സുഖമാണ് കേട്ടോ ഹാൻഡിൽ ചെയ്യാനായിട്ട്. നമുക്ക് ഓഫീസിലേക്കൊക്കെ രാവിലെ പോകുമ്പോൾ ഒരു പണിയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി പോകാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്. മറ്റേതാകുമ്പോൾ നമ്മൾ ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ബോറടിപ്പിക്കുന്നില്ല, വർത്താനം പറഞ്ഞിട്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് എന്തൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ.
എന്നിട്ട് ഞാൻ ഐറൂനെയൊക്കെ റെഡിയാക്കി. ഞാൻ റെഡി ആകുമ്പോൾ എപ്പോഴും അവൾ വരും കേട്ടോ. അവൾക്ക് റെഡി ആവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കണ്ണെഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഒട്ടും മടുപ്പില്ലാണ്ട് അവൾ എല്ലാത്തിനും വെച്ച് തരും കേട്ടോ. രാവിലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ കാറെടുത്ത് പോണത് ഓഫീസിലേക്കാണ് കേട്ടോ. നമ്മളെ നെറ്റൊക്കെ കംപ്ലീറ്റ് കട്ടായിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഡൂൻ്റെ ഓഫീസിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ പാർക്കിങ്ങിൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ റെഡി ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെറ്റ് ഇല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. പുറത്തേക്ക് പോകുമ്പോൾ ലൊക്കേഷൻ പോലും ഇടാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇപ്പോഴാണ് റെഡി ആയത് നെറ്റ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളെ കോർപ്പറേറ്റ് സിമ്മുകൾ കംപ്ലീറ്റ് കട്ടായിരിക്കുമായിരുന്നു. കാരണം അതിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അർജുൻ്റെ എമിറേറ്റ്സ് ഐ ഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് കട്ടായിരിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നെറ്റ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ആരുടെ ഫോണിലും നെറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞങ്ങൾ നേരെ ഓഫീസിൽ പോയി അവിടുന്ന് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാർഡൊക്കെ എടുത്തിട്ട് നേരെ ഡൂൻ്റെ ഓഫീസിലേക്ക് വന്നു കേട്ടോ. എന്നിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ലല്ലോ. കാരണം നമുക്കൊന്നാമത് നെറ്റ് വേണം ലൊക്കേഷൻ ഇടാൻ വേണ്ടിയിട്ട് എവിടെയും പോകുമ്പം. അതേപോലെ കോൾസും എല്ലാം കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ക്ലയൻസൊക്കെ വിളിക്കുകയാണെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് അതിന് പ്രയോറിറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് വന്നു. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച് രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ പ്ലാനേ വേറെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. ഇനി നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം എവിടെന്നെങ്കിലും. പിന്നെ രാവിലെ പറഞ്ഞ പോലെ തഗ് ലൈഫ് മൂവി കാണാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മൂവി അത്ര നല്ലതല്ല എന്നാണ് റിവ്യൂസിലൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ആ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്യുന്നുണ്ടാവും. അറിയില്ല, ഇനി ഫുഡ് എന്തായാലും കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലോണം വിശക്കുന്നുണ്ട്. എവിടെയും പോകണം, നന്നായി ഫുഡ് കഴിക്കണം. അതെ, മെയിനായിട്ട് അതാ. ഞങ്ങൾ രാവിലെ ആകെ ഒരു ഗ്ലാസ് ബൂസ്റ്റ്, അമ്മ എന്താ കഴിച്ച? അമ്മ ചായ, ഞാൻ ചായ. ഞങ്ങൾ ഒരു ഗ്ലാസ് ബൂസ്റ്റ് മാത്രം കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അയറ ബൂസ്റ്റ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. പിന്നെ അയറൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് കേട്ടോ അത്, പച്ച പരിഷ്കാരി. അപ്പോൾ അവളത് വെക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നെറ്റ് വന്നപ്പോഴാണ് എല്ലാവരും ഫോണിലേക്ക് നെറ്റ് കണക്ട് ആയിരിക്കുന്നത്. അത് അമ്മ അതാണ് ഇപ്പം ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം നെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ആരെങ്കിലും വിളിച്ചോ, കാരണം ഇന്ന് ഹോളിഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിളിക്കും. അയറിന്റെ കുറെ വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഹോട്ടലിൽ പോകണം എന്നുള്ളതാണ് കേട്ടോ. കരാമ പോകണം എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത്. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ മധുരവിലാസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, അവിടെ പോകണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോഴാണ് പെട്ടെന്ന് വേറൊരു പ്ലാൻ വന്നത്. നമുക്ക് അൽക്കൂസിലുള്ള റെസ്റ്റോറൻറ്റിൽ പോവാം. ഞങ്ങൾ പണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ, ഇപ്പോൾ കുറേ ആയിട്ട് പോകാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാക്ക് സൈഡിലാണ് അതിൻ്റെ കാറ് പാർക്ക് ചെയ്തത്. ഫ്രണ്ട് സൈഡിൽ ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും, നമുക്ക് ഒരിക്കലും പാർക്കിംഗ് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് മുൻകൂട്ടി തന്നെ ബാക്ക് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ലേബർ ക്യാമ്പൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇവിടെ തിരക്കാണ്. അവിടെ പോയിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. നല്ല വാഴയിലയിലുള്ള ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഉള്ളി ഇങ്ങനെ സാലഡ് പോലെ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്, അതിൽ സുറുക്കൊഴിക്കുന്ന തോന്നുന്നു. അപ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റ്. ആ ഉള്ളീൻ്റെ ഫ്രഷ്നെസ്സൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അയറു നല്ല ഉറക്കം വരുന്നുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവൾക്ക് ഇങ്ങനെ വീഡിയോസിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അവളിങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോ ഒക്കെ നോക്കി സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ട് കേട്ടോ. നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിക്കും. ഫുഡ് വരുന്നതിൻ്റെ മുന്നേ തന്നെ സൈഡ് ഡിഷസൊക്കെ ഒരുവിധം എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ടാവും. പിന്നെ ഇവിടെ എപ്പോഴും അവർ ഈ സൈഡ് ഡിഷസിൻ്റെ പാത്രം ഇവിടെ തന്നെ വെക്കും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അത്രയും എടുക്കാം. പിന്നെ നമ്മൾ മൂൺ വാക്ക് എന്ന് പറഞ്ഞ മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടെ ഇരുന്ന നേരം കൊണ്ട്. ഇവിടെ പിന്നെ ഗീ റൈസ് കോംബോസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗീ റൈസ് ബീഫ്, ഗീ റൈസ് ചിക്കൻ കോംബോ ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ പ്രോൺസ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രോൺസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രോൺസ് ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ബിരിയാണി നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടിപൊളി ബിരിയാണി ആയിരിക്കുന്നു. പക്ഷെ കഴിച്ച് തുടങ്ങിയപ്പോഴാണ് ബിരിയാണി ഇത്ര പോരായിരുന്നു കേട്ടോ. സാധാരണ ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുന്ന ഞങ്ങൾ കുറേ പ്രാവശ്യം ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അത്ര പോരായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പ്രഷനിൽ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് വെറുതെ പറഞ്ഞാണ് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ആർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരുടെ പ്ലേറ്റിലും നോക്കിയപ്പോഴാണ് എല്ലാവരും പറയുന്നത് അത്ര പോരാ എന്നൊക്കെ ഉള്ളത്. പ്രോൺസ് ബിരിയാണി മാത്രമല്ല ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. എല്ലാം ഒരു ആവറേജ് ആയിരുന്നു. അതിന്
ശേഷം ഈ ഒരു സാധനം ട്രൈ ചെയ്തു കേട്ടോ. ഇത് നമ്മളെ ഉപ്പിലിട്ട മാങ്ങ. പണ്ട് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ചെറിയ കട ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ എപ്പോഴും ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും കഴിക്കുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനം കേട്ടോ. എത്ര കഴിച്ചാലും നമുക്ക് കൊതി മാറാത്ത സാധനം. ഇത് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. പുളിയുള്ളതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാനും ഐറൂവും കഴിച്ചു. ഐറൂവിനും ഭയങ്കര ഇഷ്ടമാണ്. ഐറൂവിന് ഏകദേശം എൻ്റെയും അർജുൻ്റെയൊക്കെ ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അവൾക്ക് ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളെല്ലാം ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ പടം കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാറ്റി വയ്ക്കാം, കാരണം ഞങ്ങൾ മൂവി 4:30 തുടങ്ങും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ തിയേറ്ററിലേക്കാണ് പോണത്. പിന്നെ ഞാൻ അമ്മയ്ക്ക് ഒരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. അപ്പം അങ്ങനെ ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒന്നും അങ്ങനെ ചെയ്യാറേ ഇല്ല കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ലിപ്സ്റ്റിക്ക് അമ്മയ്ക്ക് പറ്റിയ ഷെയ്ഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പ്ലമ്മിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാ സ്കിൻ ടോണുകാർക്കും പറ്റുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഞാനത് അമ്മയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഒട്ടും അങ്ങനെ ഭയങ്കരമായിട്ട് അറിയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു സട്ടിലായിട്ടുള്ള ഒരു ഷെയ്ഡായിരുന്നു. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ സ്കിൻ ടോണുള്ളവർക്കും പറ്റുന്ന ഒരു ഷെയ്ഡായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നു ഇങ്ങനത്തെ ഒന്ന് എനിക്ക് മേടിക്കണം എന്നൊക്കെ പറയുന്നു. രണ്ടാളും കൂടി വീഡിയോസ് എത്താണ്. പോവാൻ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വന്നു. ഭക്ഷണം കഴിച്ചിട്ട് അജുവിടെ പോയി വാഷ്റൂമിൽ പോയി. എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആയിരു? എന്തൊക്കെയോ കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ. സ്ക്രീൻ നമ്പർ 8 ഞങ്ങൾ മൂവി കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രം. തിയേറ്റർ ഞങ്ങൾക്ക് സ്വന്തമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ പടങ്ങൾ ഞങ്ങൾ മാത്രം ഉണ്ടാവാറുള്ളൂ തിയേറ്ററിൽ. അറിയില്ല എന്താണെന്ന്. ഇന്നാണെങ്കിൽ ഹോളിഡേ കൂടിയാണ്, എന്നിട്ടും ആളുണ്ടായിരുന്നില്ല. കാരണം കുറേ ദിവസമായി ഈ മൂവി ഇറങ്ങിയിട്ട്, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഒരു നോർമൽ ഓക്കെ മൂവി ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ റിവ്യൂസൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്കൊരു ഓക്കെ വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതാണ്, നമ്മൾ റിവ്യൂസിനെ വിശ്വസിച്ച് അങ്ങനെ കംപ്ലീറ്റ് ഒരു സിനിമേനെ ട്രസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല കേട്ടോ. ചില സിനിമകൾ നന്നാവും, ചില സിനിമകൾ മോശമാവും, അങ്ങനെയൊക്കെയാണ്. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണല്ലോ. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, ഓരോ ജോണർ ഓഫ് മൂവീസ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയാണ് കേട്ടോ. എനിക്ക് മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് രണ്ടാമതും വന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് വിചാരിച്ച് കുറച്ച് നേരം കിടക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് സാധാരണ മൈഗ്രെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചായ കുടിച്ചാൽ കുറച്ച് സമാധാനം, ആശ്വാസമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം അതുമില്ല കേട്ടോ. ചായ കുടിച്ചാൽ എനിക്ക് തലവേദന തന്നെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇവിടെ ക്യൂൻ എലിസബത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷിപ്പുണ്ട്. അത് ഇപ്പോൾ ആക്ച്വലി ഹോട്ടലാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ നമുക്ക് പോയി സ്റ്റേ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. 250 എന്തോ ആണെന്ന് തോന്നുന്നു ഒരാൾക്കുള്ള സ്റ്റേക്ക്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ റെഡ് കളറിലുള്ളതാണ് ആ ഒരു ഷിപ്പ്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് ഇപ്പോൾ ഇതിൽ പോയിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ലതാണെന്നാണ് വിചാരിക്കുന്നത്. ഒരു പ്രാവശ്യം നമുക്കും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നേരെ നടക്കുകയാണ്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ കരാമ. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ പാർക്കിങ്ങിൽ ഞങ്ങൾ നിർത്തിയിട്ട് ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വന്നിരിക്കുന്നത് മധുരവിലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ്. അവിടുന്ന് ഇഡ്ഡലിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ടാണ് നമ്മൾ ബിരിയാണി കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി മതി എന്ന് വിചാരിച്ച് ഇഡ്ഡലി കഴിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലിയായിരുന്നു. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടുത്തെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ ഇവിടുന്ന് കുടിക്കണം എന്ന് വിചാരിക്കുന്നത് ഫിൽറ്റർ കോഫിയാണ് കേട്ടോ. ഇവിടുത്തെ ഫിൽറ്റർ കോഫി ഭയങ്കര നല്ല അടിപൊളി ഫിൽറ്റർ കോഫിയാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു തമിഴ് റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അതായതുകൊണ്ട് തന്നെ ഫിൽറ്റർ കോഫി നന്നാവുമല്ലോ. എത്ര പേർക്ക് ഫിൽറ്റർ കോഫി ഇഷ്ടമാണെന്ന് പറയണേ. എനിക്ക് പേഴ്സണലി നോർമൽ കോഫീനെക്കാട്ടും ഇഷ്ടമാണ് ഫിൽറ്റർ കോഫി. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കപ്പിൽ കുടിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഈ ഒരു ഗോൾഡൻ കളർ കപ്പിൽ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സ്ഥലത്തൊക്കെ പോകുമ്പം ചോദിച്ചു വാങ്ങാറുണ്ട്, ഇങ്ങനത്തെ കപ്പിൽ തരുമോ? ചില ആൾക്കാർ ഈ പ്ലാസ്റ്റിക് കപ്പിലൊക്കെ തരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില സ്ഥലത്ത് പോകുമ്പോൾ ചോദിച്ച് വാങ്ങിക്കാറുണ്ട്, ഇങ്ങനത്തെ കപ്പ് തരുമോ എന്നൊക്കെ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ.